ശ്രീ കാബ സുരേന്ദ്രൻ, രാഹുലിന്റെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ ഇത് ആദ്യമായല്ല. ഒരുപക്ഷെ ഇതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെ ഇല്ലേ ഇത്തരത്തിൽ ഭാരതത്തെയും ഭാരതത്തിന്റെ മൂല്യങ്ങളും അവഹേളിക്കുന്ന പരാമർശങ്ങൾക്ക് പിന്നിൽ? അത് ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് കോൺഗ്രസിന്റെ എക്കാലത്തെയും നയവും കൂടിയാണ്. രാഹുല് ഇപ്പോൾ പറയുമ്പോൾ പലരും വിചാരിക്കുക അത് അദ്ദേഹത്തിന്റെ ഒരു ധാരണക്കുറവോ വിവരക്കേടോ കൊണ്ട് അല്ല. കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും നയം ഹൈന്ദവമായ എല്ലാത്തിനെയും എതിർക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപും ജവഹർലാൽ നെഹ്റു ഔറംഗസീബിനെ കുറിച്ച് മഹാനായ ഒരു ഭരണാധികാരി എന്നാണ് വിശേഷിപ്പിച്ചത്. ഭാരതത്തെ ആക്രമിക്കുകയും മുച്ചൂട് മൂടിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുകയും മതപരിവർത്തനം ബലം പ്രയോഗിച്ച് നടത്തുകയും ചെയ്ത ഔറംഗസീബിനെയും ഒക്കെ വളരെ മഹാനായ അല്ലെങ്കിൽ മുഗള ഭരണാധികാരിമാരെയൊക്കെ വളരെ മഹാനായ ആൾക്കാരായിട്ടാണ് ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞു പോരുന്നത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ രാഹുൽ വരെ കോൺഗ്രസിന്റെ സർവ്വ നേതാക്കന്മാരും, അത് പ്രാദേശിക നേതാക്കന്മാരാവട്ടെ ദേശീയ നേതാക്കന്മാരാവട്ടെ, അവരെല്ലാ കാലവും ഈ ഹൈന്ദവമായ ബിംബങ്ങളെ അപമാനിക്കുക, ഹൈന്ദവമായ ബിംബങ്ങളെ വർഗീയമായിട്ട് അവതരിപ്പിക്കുക, അതിനെ ഏറ്റവും യാഥാർത്ഥ്യമായിട്ട് പറയുക എന്നുള്ളത് അവർക്കൊരു ആത്മരതി പോലെയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ രാഷ്ട്രീയം നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നാണ്. ഇത്രയൊക്കെ പരുക്ക് പറ്റിയിട്ടും ഈ മുസ്ലിം മതപ്രീണനത്തിന് വേണ്ടി നടത്തിയ ക്രൂരമായ അല്ലാത്തതുമായ രാഷ്ട്രീയ നീക്കങ്ങളും നടപടികളും എല്ലാം, ഭാരത വിഭജനം ഉണ്ടായി എത്രയോ ദുരന്തങ്ങൾ ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഈ നീചമായ രാഷ്ട്രീയ നിലപാടുകൊണ്ട്. അതിന്റെ ഒരു തെളിവും കൂടിയാണ്, ഒടുവിലത്തെ തെളിവാണ്, ഇപ്പോഴുള്ള തെളിവാണ് രാഹുൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹം അബോധപൂർവമായിട്ടോ അബദ്ധത്തിലോ പറയുന്നതല്ല. ബോധപൂർവമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ല, കോൺഗ്രസിന്റെ പഴയ രാഷ്ട്രീയമുണ്ട്, ഇപ്പോഴത്തെ രാഹുലിന്റെയും അദ്ദേഹത്തിന്റെ മാതാവിന്റെയും ഒരു മതപരമായ ഒരു വിദ്വേഷവും അതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മതപരമായി പേരിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരൊക്കെ മതം മാറിയവരാണെന്ന് കേൾക്കുന്നു, അറിയില്ല. ഏതായാലും ഒരു ഇറ്റാലിയൻ രക്തമാണല്ലോ ഉള്ളത്. ആ വൈദേശികമായ പാശ്ചാത്യമായ രക്തത്തിൽ നിന്നുണ്ടാവുന്ന വെറുപ്പും, ഭാരതത്തിനോടുള്ള വെറുപ്പ്, ഹൈന്ദവതയോടുള്ള വെറുപ്പ്, ഭാരതത്തിന്റെ സംസ്കാരത്തിനോടുള്ള വെറുപ്പ്, അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇതെല്ലാ കാലത്തും കോൺഗ്രസിന്റെ നയമാണ്, കോൺഗ്രസിന്റെ നിലപാടാണ്. ഹിന്ദു വിരുദ്ധതയാണ് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് ആധാരം. ആ വിരുദ്ധത മാത്രമല്ല, അതിനെ അവർ ഉജ്ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടി ഹൈന്ദവമായ എല്ലാത്തിനെയും അപമാനിക്കുക, ഹിന്ദു ബിംബങ്ങളെ അപകീർത്തിപ്പെടുത്തുക, ഹിന്ദു സാംസ്കാരിക മൂല്യങ്ങളെ അല്ലെങ്കിൽ ധാർമ്മിക സങ്കല്പങ്ങളെയൊക്കെ അപമാനിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. ഇതിന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. കോൺഗ്രസ് ഉണ്ടായത് ബ്രിട്ടീഷുകാരാൽ ഉണ്ടാക്കപ്പെട്ടതാണല്ലോ. അത് ഭാരതത്തിനോടുള്ള ആദരവ് കൊണ്ടും സ്നേഹം കൊണ്ടും അല്ലല്ലോ. ഭാരതത്തെ തകർക്കാനും നശിപ്പിക്കാനും അപമാനിക്കാനും വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ആദ്യത്തെ കോൺഗ്രസ്. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണല്ലോ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഉണ്ടാക്കിയത്. ആ കോൺഗ്രസിന്റെയും അതിന് മുൻപുള്ള കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെയും ഒക്കെ യഥാർത്ഥ ബീജം എന്ന് പറയുന്നത് വൈദേശികമാണ്. ആ വൈദേശിക ബീജത്തിൽ നിന്നുള്ള വെറുപ്പാണ് ഈ രാഹുലിന്റെ ഈ പ്രസ്താവനയിലൂടെ വന്നിരിക്കുന്നത്. അതിനെയും തുടരുകയും ചെയ്യും. കോൺഗ്രസിനുള്ളിലെ ഹിന്ദു നാമധാരികൾ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ടല്ലോ, രമേശ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്, രമേശ് ചെന്നിത്തല പിന്നെ അടക്കമുള്ള കോൺഗ്രസിലെ ഹൈന്ദവ നേതാക്കന്മാർ, വി സതീശനൊക്കെ അടക്കമുള്ളത്, അവരൊക്കെ ഹിന്ദു നാമധാരികളായ കോൺഗ്രസിലെ ഈ അടിമ മനോഭാവമുള്ള ആൾക്കാർ ഉള്ളിടത്തോളം കാലം ഈ ആക്ഷേപം നേതാക്കന്മാരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കും. അടിമത്തം ഉപേക്ഷിച്ച് ഭാരതീയതയെ എന്നാണ് അവർ സ്വീകരിക്കുന്നത്. അന്നേ ഈ ആക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലും അവസാനിക്കുകയുള്ളൂ. അന്ന് കോൺഗ്രസ് ഇല്ലാതാവുകയും ചെയ്യും. പക്ഷെ അതിന്റെ അവരുടെ ഒരു രക്തത്തിന്റെ സ്വഭാവമാണ് രാഹുൽ ഇപ്പോൾ കാണിച്ചത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി കാബ സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. ശ്രീരാമനെ അവഹേളിച്ച രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.